ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ മെറ്റീരിയൽസ് എടുത്തിട്ട് അവർക്കൊരു ചുരിദാർ, പാൻറ്റ്, ടോപ്പ്, ഷോള് അങ്ങനെയാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡോട്ട് വരുന്ന ഈ ഒരു പുള്ളി ഉണ്ടല്ലോ, ഇതുകൊണ്ട് പാൻറ്റും ആക്കി കൊടുക്കാൻ പറഞ്ഞ്, ഷോളും ആക്കി കൊടുക്കാൻ പറഞ്ഞ്. പിന്നെ സാറ്റിൻ ക്ലോത്തിൽ പിങ്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ പിങ്ക് ആൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിങ്ക് ടോപ്പും ബ്ലാക്ക് ഷാളും ബ്ലാക്ക് പാൻറ്റുമാണ് ആൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബ്ലാക്ക് പാൻറ്റിൽ നിന്ന് ഒരു പീസ് കഴുത്തിൽ വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ എവിടെയും വെക്കണ്ട, വേറെ ഒക്കെ സിമ്പിളായിട്ട് ഇടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇതിൻ്റെ കട്ടിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. സ്റ്റിച്ചിങ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ഇത് നമ്മൾ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് മീഡിയം സൈസാണ് ആളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയം സൈസിൽ പാറ്റേൺ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചുരിദാർ കട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നത് ടോപ്പ് മാത്രം കട്ട് ചെയ്യുന്നതാണ്. പാറ്റേൺ വെച്ചിട്ട് ടോപ്പ് മാത്രം കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യുന്നത് പലാസ ആണെങ്കിൽ പലാസ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് കാണിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു പക്ഷേ നമ്മൾ പാൻറ്റിൻ്റെ വീഡിയോസും കൂടെ കാണിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ മെറ്റീരിയൽസ് എടുത്തിട്ടാണ് കേട്ടോ അവർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് ചാർജ് ഒരുപാടാവും. കാരണം തുണി നമ്മുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. ലൈനിങ്ങും നമ്മളിവിടെ എടുക്കുകയാണ്. ഒരുപാട് ലോങ് ഉള്ള ആളാണ്. അപ്പോൾ ലൈനിങ്ങൊക്കെ ഇങ്ങോട്ട് കൊടുത്തയക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് എന്നോട് ലൈനിങ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈനിങ് എടുത്ത് അതുപോലെ തന്നെ തുണി നമ്മുടെ കയ്യിലുള്ള തുണികൾ കാണിച്ചു കൊടുത്ത്, അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള തുണികളുമാണ് മൂപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മീറ്റർ ടോപ്പിനും 2 മീറ്റർ ഇതുമാണ് എടുത്തിട്ടുള്ളത്. പാൻറ്റ് തുണിക്കുമാണ് എടുത്തിട്ടുള്ളത്. 2.5 മീറ്ററാണ് ടോപ്പിനും 2 മീറ്റർ പാൻറ്റിനുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഷാളിന് ഏകദേശം ഒരു നീളം വെച്ചിട്ടുള്ള ആ ഒരു ഇതിലുമാണ് നമ്മൾ ഷാളും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ഇത് കട്ട് ചെയ്യണത്, പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യണത് എന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ലൈനിങ് ആണ് ഇവിടെ ആദ്യം നിങ്ങൾക്ക് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നത്. ആ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നേരെ ആ നല്ല തുണിയുടെ മുകളിൽ വെച്ചിട്ട് ആ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ്ങിൻ്റെ മേലെയാണ് പാറ്റേൺ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് തരുന്നത്. ലൈനിങ് ഇതുപോലെ ഇട്ടതിന് ശേഷം മീഡിയം സൈസിലുള്ള പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചതാണ്. അത് നമ്മൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ എനിക്ക് ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ നിന്ന് വലിയ സൈസ് വാങ്ങിച്ച ആളുകൾ ഒരുപാടുണ്ട്. XL, XXL, XXL ഒക്കെ സൈസ് വാങ്ങിച്ച ആളുകളുണ്ട്. അവർ വാങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാ സൈസും എല്ലാവരെ കൊണ്ടും വാങ്ങാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വലിയ സൈസ് വാങ്ങിച്ചിട്ട് ചെറിയ സൈസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും വലിയ വലിയ സൈസിൻ്റെ പാറ്റേണുകൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർ വെട്ടാൻ വേണ്ടിയിട്ട് പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ അളവ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയിട്ട് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ അവരെന്ത് ചെയ്യുക, വീഡിയോ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അപ്പോൾ നമ്മളിതൊരു മീഡിയം സൈസാണ് നമ്മൾ ഈ ഒരു പേപ്പർ പാറ്റേൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. അതായത് ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ 4ആക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ മീഡിയം സൈസിൽ വരുന്ന പാറ്റേൺ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ കറക്റ്റ് അളവുകൾ പറയുന്നുണ്ട്. അപ്പോൾ മീഡിയം സൈസ് വെട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെട്ടാൻ മനസ്സിലാവും. അതായത് ഇതിൻ്റെ കൈക്കുഴി നമ്മൾ എടുത്തിട്ടുള്ളത് 7 നമ്മൾ എടുത്തിട്ടുള്ളത്. കഴുത്തിൽ
നമുക്ക് 5 5 കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് കിട്ടിയിട്ടുള്ളത് തയ്യൽക്കും കടക്കാം 12 തയ്യൽക്കും ഇല്ലാതെ 11 അങ്ങനെ നമുക്ക് അളവ് കിട്ടിയിട്ടുള്ളത് അനുസരിച്ച് നിങ്ങൾ വെട്ടിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേരും വാങ്ങാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ഈ അളവ് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക. ഞാനിതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നുകൊണ്ട് ഈ പഴുപ്പുയുടെ ഒന്നുകൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലാണ് വെട്ടുന്നത്. ഇത് നമ്മുടെ മുടിയിലാണ് ഞാൻ വെട്ടിയെടുക്കുക. അപ്പോൾ അതിനെ ഇതിങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. ഫ്രണ്ട് കൈക്കൂലി നമുക്ക് കുറച്ച് ഇങ്ങനെ കുനിച്ച് വെട്ടണം. അതായത് ഇങ്ങനെ കുനിച്ച് വെട്ടി കൊടുക്കുക. ഫ്രണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് കേട്ടോ. ഇത് ബാക്ക്. ഫ്രണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വി കഴുത്താണ്. ഒരു ഫ്രണ്ട് കഴുത്ത് ഞാനൊരു വി മോഡലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 6.5 നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ ഞാനൊരു പൈപ്പിംഗ് പോലെ ഈ ഒരു ബ്ലാക്ക് പീസ് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുന്ന ആ ഒരു മോഡലിലാണ് ഞാൻ കഴുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വി കഴുത്താണ് ഫ്രണ്ടിൽ ഇതാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു വി ഒരു മോഡലിലാണ് ഞാനിത് ഇതാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വി കഴുത്ത് ഇവിടെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ ലൈനിങ് വെച്ചിട്ട് വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈനിങ് ഈ ഒരു നല്ല വശത്തെ നല്ല തുണിയുടെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കട്ടിങ് ഇതോടെ കഴിയും. അപ്പോൾ ആദ്യം ലൈനിങ് വെച്ചിട്ട് അടിക്കണ സാധനമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ലൈനിങ്ങിൻ്റെ മുകളിൽ പാറ്റേൺ വെച്ചിട്ട് അടിക്കുക. അല്ലെങ്കിൽ ഈ ഒരു നല്ല തുണി അതിൻ്റെ മേലെ ഇടുക, അതിൻ്റെ മേലെ ലൈനിങ് ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ മേലെ പാറ്റേൺ വെച്ചിട്ട് വെട്ടിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ മുകളിലാണ് പാറ്റേൺ വെച്ചിട്ട് വെട്ടിയത്. എന്നിട്ട് നല്ല തുണിയുടെ മുകളിൽ ലൈനിങ് വെച്ചിട്ടാണ് ഞാൻ വെട്ടിയെടുത്തത്. അപ്പോൾ നമ്മുടെ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കട്ടിങ് നമ്മൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും അതുപോലെ തന്നെ കഴുത്തിന് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്, പൈപ്പിംഗ് എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. തയ്യൽ ഒട്ടും അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എല്ലാ തരം പാറ്റേണുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
അത് ജസ്റ്റ് ഒന്ന് മേടിക്കുക, തുണിയുടെ മുകളിൽ വെക്കുക, അത്രയാണ് പണി വരുന്നതുള്ളൂ. ഒരു പാറ്റേൺ മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ പലതരം സൈസുകൾ നമ്മൾ വെട്ടുമ്പോഴാണ് നമുക്ക് ആകെ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ പരമാവധി എല്ലാ പാറ്റേണുകളും വാങ്ങാൻ നോക്കുക. അപ്പോൾ എല്ലാ പാറ്റേണുകളും വാങ്ങുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.